FCRA ആശങ്കയിൽ ക്രൈസ്തവ സഭകളെ ചേർത്തു നിർത്താൻ കോൺഗ്രസ്. ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവയെ സന്ദർശിച്ച കർണാടക മന്ത്രി KJ ജോർജ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള ഒരു പിന്തുണയുണ്ടല്ലോ. പിന്നെ അദ്ദേഹം ഈ ഹൗസിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് തന്നെ വന്നിരുന്നു. അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയവും ബന്ധവും പിന്നെ സ്വാഭാവികമായി ഇപ്പോൾ വരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് കൂടെ ഊഹിക്കാമല്ലോ. നമ്മുടെ നീതിന്യായ സമിതിയിൽ ഏതെങ്കിലും ഗവൺമെൻറ് അക്രമികളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അക്രമികളുടെ കൂടെ നിന്ന അനുഭവമല്ലേ ഇവിടെ നിന്ന് ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്തരമൊരു നിയമം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ നിയമം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് അന്ന് തന്നെ RSSനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ആ നിയമത്തിൽ ഭേദഗതി വരുത്തി വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, FCRA നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ അതിൽ കേരളത്തിലെ സഭകളടക്കമുള്ളവർ LDF, UDF മുന്നണി ഒരേ സ്വരത്തിലാണ് അതിൽ പ്രതിഷേധം അറിയിച്ചത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിലുള്ള പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരെ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് LDFന്റെയും UDFന്റെയും ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. അതും അങ്ങനെയാണ്. FCRAയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലുള്ള ആശങ്കയിൽ കൃത്യമായി LDFും UDFും ഒരുപോലെ ഇടപെടുന്നു. പാർലമെന്റ് അകത്തും പുറത്തുമൊക്കെ വലിയ പ്രതിഷേധത്തിന് ഒടുവിൽ BJP താൽക്കാലികമായി അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ ചർച്ചകൾ മാറ്റിവെക്കുന്നതിനപ്പുറത്തേക്ക് FCRA നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരും, അത് പാസ്സാക്കുമെന്ന് BJP കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ഘട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമം ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുക, അവരെ ചേർത്ത് നിർത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രധാന നീക്കങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തും ഒരു ഭാഗത്തും ഉണ്ടാകുന്നത്. ഏതായാലും വലിയ ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നു. അവർ നടത്തുന്ന ആതുരാലയങ്ങൾ, പ്രധാനപ്പെട്ട ധർമ്മസ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയാണ്. ഇക്കാര്യം BJP നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഇനി ചർച്ചയ്ക്ക് ഒരു വഴിയൊരുങ്ങും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനുള്ളത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്രൈസ്തവ വിഭാഗത്തിന് വലിയ ആശങ്ക അവരുടെ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികൾ അവരെ അറിയിക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയൊരു ആശങ്ക സഭകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FCRA ബില്ലുമായി മുന്നോട്ട് പോകും കേന്ദ്ര സർക്കാർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും ഒരു ആശങ്ക.